ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ്ഥലങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ശനിയാഴ്ച നേരം വെളുത്തപ്പോഴത്തേക്കും നല്ല ചൂടും നല്ല വെയിലും കാലാവസ്ഥയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഉള്ള ഒരു യാത്രയാണ്. അങ്ങനെ അവൾ വീട്ടിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നുകൊണ്ട് അവൾ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. രണ്ട് സൈഡിലും നല്ല വൃക്ഷലതാദികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന വഴി കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ, നമ്മൾ രണ്ട് സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, പ്രത്യേക ഒരു അനുഭൂതിയാണ്. അപ്പോൾ അങ്ങനെ അവളുടെ വീട്ടിലെത്തി. അവൾ പുതിയ റീസെൻ്റ്ലി ആയിട്ട് മേടിച്ച ഒരു വീടൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള എന്താണ്ട് പിള്ളേർ വാതൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ വാത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അടിപൊളി ഒരു അവോക്കാഡോ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി ചടപടയെന്നുണ്ടാക്കി അവൾ വേഗം ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കുറേ കത്തിയടിച്ച് ഞങ്ങൾ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിറങ്ങി. ഒന്ന് ഫ്രഷ് എയർ കൊണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ ഇതാണ്ട് അവളാണ് ഈ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ഫ്രണ്ടും പിള്ളേരുമാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയുണ്ടല്ലേ കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതിയല്ലേ. അപ്പോൾ അവിടെ അതൊരു അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നമ്മൾ ഹോഴ്സിനെയും കാര്യങ്ങളെയും പിള്ളേർക്കൊക്കെ അത് ഭയങ്കര രസമല്ലേ, ഈ പ്രായത്തിൽ അതൊക്കെ കാണുന്ന രസമല്ലേ അല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടില്ലേ കുറേ പേത്തകൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും പാവം ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങ് ഓടി വരും കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഇപ്പം ഇട്ട് കൊടുക്കും എന്നുള്ള ചിന്തിച്ചുകൊണ്ട് അതുങ്ങളെല്ലാം കൂടെ വന്ന് നോക്കിയിരിക്കുകയാണ്. പക്ഷേ എന്നാ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. എന്ത് പിശുക്കരല്ലേ ഞങ്ങൾ, എന്നാ പറയാനാ. അപ്പോൾ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ പാവങ്ങളെല്ലാം വരിയായിട്ട് അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാം വന്നിട്ട് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്, ഞങ്ങളുടെ മുഖത്തോട് നോക്കണം. പക്ഷേ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല. എന്നാ ചെയ്യാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പേത്തകളൊക്കെ കണ്ട് പിള്ളേർക്കൊക്കെ സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ പേത്ത ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അവിടെ റോഡ് സൈഡിൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ചെന്നപ്പോഴത്തേക്കും ഇതാണ്ട് നാട്ടിലത്തെ പോലെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ വൃക്ഷങ്ങളുള്ള ഏരിയയിലൂടെ പോകുമ്പോഴത്തേക്ക് എന്ത് രസമല്ലേ ആ ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ. രണ്ട് സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതി, ഒരു കുളിരാണ് അല്ലേ. നമ്മുടെ മനസ്സും തലച്ചോറും എല്ലാം നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യും. നമ്മുടെ നാട്ടിൻപുറത്തേക്ക് നമ്മൾ തിരിച്ചു പോകും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.